കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾസ് അമെൻമെൻറ്റ് 2024 ഈ വിഷയത്തിന്മേലുള്ള നമ്മുടെ വിശദമായ ചർച്ചയുടെ 6ാമത് എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും കഴിഞ്ഞ 5ാമത്തെ എപ്പിസോഡ് വരെ നമ്മൾ 15 പ്രധാനപ്പെട്ട അമെൻമെൻറ്റുകളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഇൻ കണ്ടിന്യൂവേഷൻ 16ാമത്തെ അമെൻമെൻറ്റാണ് ആദ്യമേ തന്നെ നോക്കുന്നത്. 16ാമതായി കൊണ്ടുവന്നിരിക്കുന്ന അമെൻമെൻറ്റ് റൂൾ 33ലാണ്. 33ാമത്തെ ചട്ടത്തിലാണ് ഭേദഗതികൾ ഉള്ളത്. എന്താണ് 33ാമത്തെ ചട്ടം? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചട്ടം തന്നെയാണ്. എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റിട്ടേൺസ് ടു ബി ഫർണിഷ്ഡ് ബൈ സൊസൈറ്റി ബിഫോർ RCS ആണ്. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി അത് തന്നെയാണ്. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റും റിട്ടേണുകളുമാണ് RCSന് മുന്നിൽ ഒരു സംഘം സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായ പ്രതിപാദ്യമാണ് ഈ ചട്ടം 33-ലുള്ളത്. ആദ്യം അതിൻ്റെ ഒരു ബ്രീഫ് നമുക്ക് നോക്കാം, എന്നിട്ട് അമെൻമെൻറ്റിലേക്ക് നമുക്ക് കടക്കാം. അതായിരിക്കുമല്ലോ എപ്പോഴും. 3ാമത്തെ റൂളിൽ യഥാർത്ഥത്തിൽ 4 സബ് റൂളുകളാണ് നിലവിലുള്ള ഒറിജിനൽ റൂൾസിൽ ഉള്ളത്. 4 സബ് റൂളുകൾ 1, 2, 3 and 4. അതിൽ 1ാമത്തെ സബ് റൂളിൽ നിലവിൽ 6 പ്രധാനപ്പെട്ട ക്ലോസസ് ഉണ്ടായിരുന്നു. 6 എണ്ണം. അത് നമുക്ക് പറയാം, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു പോകാം. ഈ 6 ക്ലോസസിൽ ഇപ്പോൾ 2 എണ്ണം കൂടി ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ 8 ക്ലാസ്സായി മാറിയിരിക്കുന്നു. വേറെ ചില മാറ്റങ്ങൾ കൂടി വന്നിരിക്കുന്നു. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഗതി. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു റൂളിൽ? സബ് റൂൾ തന്നെ പറയുന്നത്, ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ചാൽ താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളും റിട്ടേണുകളും എല്ലാ സംഘവും RCSന് നിശ്ചിത സമയത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്തിരിക്കണം. ദാറ്റ് ഇസ് എ പോയിന്റ്. എന്താ നിശ്ചിത സമയം? ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ച് 6 മാസത്തിനുള്ളിൽ തന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കുകൾ സബ്മിറ്റ് ചെയ്തിരിക്കണം. വളരെ പ്രധാനമാണ് 6 months ആ ഒരു ടൈം ടെനർ എന്ന് പറയുന്നത്. അപ്പോൾ 6 മാസത്തിനുള്ളിലാണ് ഈ റിട്ടേണുകളും സ്റ്റേറ്റ്മെൻറ്റും സബ്മിറ്റ് ചെയ്യേണ്ടത്. നോട്ട് ദ പോയിന്റ്. പോയിന്റ് നമ്പർ 1. പിന്നെ 1ാമത്തെ ക്ലോസ് എ എന്നുള്ള നിലയിൽ ഈ സബ് റൂൾ 1ാമത്തെ ക്ലോസ് എയിൽ പറയുന്നത് ആനുവൽ റിപ്പോർട്ട്. ഇപ്പോൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻസിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാണ് സംഘത്തിൻ്റെ ആനുവൽ റിപ്പോർട്ട് RCSന് നൽകിയിരിക്കണം. ഈ 6 മാസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളുടെ ഗണത്തിൽ വരുന്ന ആദ്യത്തെ സാധനം ഏതാ? ആനുവൽ റിപ്പോർട്ട്. ഓക്കെ, അത് സിമ്പിളാണ്. ആനുവൽ റിപ്പോർട്ട്. 3 കാര്യങ്ങൾ. എന്താണ്? റെസീറ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ്. ഓക്കെ, ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ പെട്ടെന്ന് പറയുന്നതാണ്. ഇതൊക്കെ നിലവിലുള്ള ചട്ടത്തിലുള്ളത് തന്നെയാണ്, പുതിയ മാറ്റങ്ങളല്ല. R&D, റെസീറ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ്, പിന്നെ അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ തന്നെ ഇൻ കണ്ടിന്യൂഷൻ ബാലൻസ് ഷീറ്റ്. ഈ 3 കാര്യങ്ങൾ 6 മാസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഗണത്തിൽ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. A എന്ന് പറയുന്നത് ആനുവൽ റിപ്പോർട്ട്, B എന്ന് പറയുന്നത് 3 കാര്യങ്ങൾ, R&D, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഇവിടെയാണ് 2 കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുള്ളത്. 2 അഡീഷൻ വന്നിരിക്കുന്നു. ഇപ്പോൾ നമ്പറിങ്ങിൽ സ്വാഭാവികമായിട്ടും AB കഴിഞ്ഞ് വരുന്നതുകൊണ്ട് BA എന്നും BB എന്നുമാണ് നമ്പറിങ് വന്നിട്ടുള്ളത്. എന്താ BA ആയിട്ട് പുതിയതായിട്ട് വന്നിരിക്കുന്ന അഡീഷൻ എന്തായിരിക്കും? വളരെ പ്രധാനപ്പെട്ട ഒരു അമെൻമെൻ്റ് ആണ്. നമുക്കറിയാം, ഓരോ ഓഡിറ്റിലും സമ്മറി ഓഫ് ഡിഫക്ട്സ് ഒരു സംഘത്തിൻ്റെ ഓഡിറ്റർമാർ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കും. സമ്മറി ഓഫ് ഡിഫക്ട്സ്, ആ സംഘത്തിൽ കഴിഞ്ഞ ഓഡിറ്റിൽ കണ്ടെത്തിയ ഡിഫക്ട്സ് എന്തൊക്കെയാണെന്ന്, ന്യൂനതകൾ എന്തൊക്കെയാണെന്ന് പറയും. ന്യൂനതാ സംഗ്രഹം എന്ന് നമ്മൾ മലയാളത്തിലും പറയും. സമ്മറി ഓഫ് ഡിഫക്ട്സ് അത് നമ്മളെ കമ്മിറ്റി ഡിസ്കസ് ചെയ്യണം. വളരെ പ്രധാനമല്ലേ ആ പോയിന്റ്? നമ്മൾ കഴിഞ്ഞ വർഷത്തെ സമ്മറി ഓഫ് ഡിഫക്ട്സ് അല്ലെങ്കിൽ ന്യൂനതകൾ എന്താണെന്ന് കമ്മിറ്റി അറിയണം, കമ്മിറ്റിയിൽ വയ്ക്കണം, അത് ചർച്ച ചെയ്യണം. സമ്മറി ഓഫ് ഡിഫക്ട്സ്, അതിൻ്റെ റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് വയ്ക്കണം. ഇതെങ്ങനെ നമുക്ക് ഓരോ ന്യൂനതകളും പരിഹരിക്കാം എന്നുള്ള റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് അത് നമ്മൾ ചർച്ച ചെയ്യണം. അത് കമ്മിറ്റി അംഗീകരിച്ച് നേരെ GB കൊണ്ടുപോകണം, ജനറൽ ബോഡിയിലേക്ക് കൊണ്ടുപോകണം. GB അത് അപ്രൂവ് ചെയ്തിരിക്കണം. അപ്പോൾ ഇങ്ങനെ ജനറൽ ബോഡി അപ്രൂവ് ചെയ്ത സമ്മറി ഓഫ് ഡിഫക്ട്സിൻ്റെ കോപ്പി ആണ് നമ്മൾ RCSന് കൊടുക്കേണ്ട ഒരു ഡോക്യുമെൻ്റായിട്ട് പുതിയതായി കൊണ്ടുവന്നിരിക്കുന്ന അഡീഷൻ. മനസ്സിലായല്ലോ? സിമ്പിളാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ്. BAയുടെ ടെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. വളരെ സിമ്പിളാണ്, നമ്മൾ പറഞ്ഞ വസ്തു തന്നെയാണ്. BA പുതിയ അഡീഷനാണ്. ഞാനത് വായിക്കാം. റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് അപ്രൂവ്ഡ് ബൈ ദ കമ്മിറ്റി ഓൺ സമ്മറി ഓഫ് ഡിഫക്ട്സ്. സമ്മറി ഓഫ് ഡിഫക്ട്സിന് മേലുള്ള റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് ഇൻ ദ ഓഡിറ്റ് റിപ്പോർട്ട് ആൻഡ് ദ അപ്രൂവൽ ഓഫ് ജനറൽ ബോഡി ഓഫ് ദ സൊസൈറ്റി. പിന്നെ ഓൺ സ്റ്റെപ്സ് ടു ബി ടേക്കൺ ഫോർ ദ റെക്ടിഫിക്കേഷൻ ഓഫ് സച്ച് എ ഡിഫക്റ്റ്. എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ഈ ഡിഫക്റ്റ് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് എന്നും കൂടി
വച്ച ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേണം RCSലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതാണ് വന്നിരിക്കുന്ന നമ്മൾ ഈ പറഞ്ഞ സംഗതിയുടെ പദാനുപത ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ്. നിങ്ങൾ കണ്ടു കാണും, വളരെ ഈസി ആയിട്ട് മനസ്സിലായി. ആയിട്ട് പറയുന്ന പുതിയ രണ്ടാമത്തെ അഡീഷൻ എന്ന് പറയുന്നത് ഒരു ക്വാർട്ടർലി റിട്ടേൺ സംബന്ധിച്ചാണ്. എന്താണ്? 3 മാസത്തിലൊരുക്കെ വരുന്ന ഒരു ക്വാർട്ടർലി റിട്ടേൺസ് ഓഫ് ദ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ്. സംഘത്തിൻ്റെ ക്രെഡിറ്റ് ആക്ടിവിറ്റീസിൻ്റെ ക്വാർട്ടർലി റിപ്പോർട്ടാണ്. ആര് സർട്ടിഫൈ ചെയ്യണം? ചീഫ് എക്സിക്യൂട്ടീവ് സർട്ടിഫൈ ചെയ്ത് നമ്മളെ RCSന് കൊടുക്കണം. അതാണ് അതിൻ്റെയും പിന്നെ ടെക്സ്റ്റ് നിങ്ങൾക്കൂടെ കാണാം. വലിയ കാര്യമുള്ളതൊന്നുമല്ല, ഞാനത് വായിക്കാം. BP quarterly returns on the credit activities duly certified by the chief executive of the cooperative society. സിമ്പിളാണ്, നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതാണ് 2 അഡീഷൻ വന്നിരിക്കുന്നത്. സിമ്പിളായിട്ട് നേരത്തെ തന്നെ ഉള്ള ഒരു റിപ്പോർട്ടിനെ സംബന്ധിച്ചാണ് ക്ലോസ് സിയിൽ പറയുന്നത്. സി ഒക്കെ മാറ്റമില്ലാത്തുടർന്നു. എന്താണ് സി എന്ന് പറയുന്നത്? സർപ്ലസ് ഡിസ്പോസലിനെ സംബന്ധിച്ചുള്ള പരാമർശമാണ്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ രീതി എങ്ങനെയാണ്? സർപ്ലസ് വന്നാൽ ഏത് രീതിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷനെ സംബന്ധിച്ചുള്ള പിന്നെ ഒരു പ്ലാൻ, ഒരു പദ്ധതി അത് RCSന് മുന്നാകെ വയ്ക്കണം. അതാണ് സിയിൽ നേരത്തെ തന്നെ, അതിൽ മാറ്റമൊന്നുമില്ല. അതുപോലെ പിന്നെ വേറൊരു ക്ലോസ് ഡി വരുന്നത്, വേറെ ഡോക്യുമെൻ്റ് എന്താ, വേറെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ കൊടുക്കേണ്ടത്? ഡി ആയിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ബൈല അമെൻമെൻറ്റുകൾ സാധാരണ സംഘങ്ങളിലും ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നതാണ്. ബൈല അമെൻമെൻറ്റ്സിനെ സംബന്ധിച്ച ലിസ്റ്റ്, ഏതൊക്കെ ബൈലകളാണ് അമെൻഡ് ചെയ്യാൻ, ഏത് രീതിയിലാണ്, അത് RCS അറിയിച്ചിരിക്കണം എന്നുള്ളതാണ്. അതാണ് അതിനകത്ത് വയ്ക്കേണ്ട മറ്റ് ഒരു. 5ാമതായി പറയുന്നത് നമ്മുടെ GB നടത്തുന്ന ഡേറ്റ് സംബന്ധിച്ച് തീരുമാനിച്ച് നേരത്തെ തന്നെ RCSനെ അറിയിക്കണം. നമ്മുടെ ഈ വർഷത്തെ ജനറൽ ബോഡി എന്നാണ് നടത്തുന്നത്, ആ സംബന്ധിച്ച ഡേറ്റ് ഇൻറ്റിമേറ്റ് ചെയ്തിരിക്കണം. അതാണ് 5ാമത് പറയുന്ന ഈ ഒരു ചെറിയ മാറ്റം. അത് അവിടെ കഴിഞ്ഞിട്ട് ഒരു അഡീഷൻ കൂടി വന്നിട്ടുണ്ട്. EA എന്ന നമ്പരും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ചെറിയ സെൻറ്റൻസിൽ പിന്നെ ആൻഡ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകണ്ട. ഒന്നുകൂടി കഴിഞ്ഞ് അവസാനിച്ച് ആൻഡ് മാറ്റി, അതൊരു പിന്നെ അതിൻ്റെ കണക്ടിവിറ്റിയെ സംബന്ധിച്ചൊരു മാറ്റം, അത് വലിയ പ്രധാനമല്ല. ആൻഡ് എന്ന് പറയുന്ന ടൈം ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. അവിടെയാണ് നമ്മൾ പുതിയൊരു അഡീഷൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ EA എന്ന് പറയാം. അത് പുതിയതായതുകൊണ്ട് നമുക്ക് നോക്കാം. ഇത് സംഘങ്ങളുടെ അഴിമതി പരമാവധി പിന്നെ കുറയ്ക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചട്ട ഭേദഗതി തന്നെയാണ്. ഇത് നമുക്കറിയാം, ലയബിലിറ്റി, ബാധ്യത സംബന്ധിച്ച് സംഘത്തിൽ നിലവിലുള്ള അംഗങ്ങളുടെ ബാധ്യത. അപ്പോൾ അത് മാത്രമായിട്ട് ചുരുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ അഡീഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ലിസ്റ്റ്, ഡീറ്റെയിൽ ലിസ്റ്റ് ഓഫ് ലയബിലിറ്റീസ് ഓഫ് ദ മെമ്പേഴ്സ്. അംഗങ്ങളുടെ ബാധ്യത സംബന്ധിച്ച ഡീറ്റെയിൽ ലിസ്റ്റ് വയ്ക്കണം. ഏതംഗങ്ങളെ? മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സംഘം മെമ്പേഴ്സ് അല്ല, മെമ്പേഴ്സ് ഓഫ് മാനേജിങ് കമ്മിറ്റി. നോക്കണേ, വളരെ പ്രധാനപ്പെട്ട സംഗതിയല്ലേ. ഭരണസമിതി അംഗങ്ങളുടെ ലയബിലിറ്റി സംബന്ധിച്ച ഒരു സ്റ്റേറ്റ്മെൻറ്റ് വയ്ക്കണം. പെട്ടു. അതൊരു വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അത് മാത്രം പോരാ, ഇനിയാണ് അതിൻ്റെ എക്സ്റ്റൻഷൻ. അവരുടെ മാത്രം പോരാ, പിന്നെയോ ആൻഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ്. എങ്ങനെയുണ്ട്? അതാണ് പുതിയതായിട്ട് വന്നിരിക്കുന്ന ചട്ടം. മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി ആൻഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ്. ഇവിടെ കൊണ്ട് തീരുന്നില്ല ഈ ചട്ടം. ഇനി തുടരുന്ന അടുത്ത ഭാഗമാണ് ഇതിനേക്കാൾ വലിയ ബോംബ്. എന്താണ് ആ ബോംബ്? ആൻഡ് ദ എംപ്ലോയീസ് ഓഫ് ദ സൊസൈറ്റി. സംഘം ജീവനക്കാരുടെ ലയബിലിറ്റിയും വേണം, RCSനെ അറിയിക്കണം. തീർന്നില്ല, അവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റിയും വേണം. പെട്ടില്ലേ? അപ്പോൾ സംഘവുമായി ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉള്ള മാനേജിങ് കമ്മിറ്റി അംഗങ്ങളുടെയും അവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയും ജീവനക്കാരുടെയും ഫാമിലി മെമ്പേഴ്സിൻ്റെയും ലയബിലിറ്റി ഡ്യൂ ടു ദ സൊസൈറ്റി ഫോർ ദ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഉണ്ടായിരുന്ന ഈ 2 ആൾക്കാരുടെയും അവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയും ലയബിലിറ്റി സംബന്ധിച്ച ഡീറ്റെയിൽ ലിസ്റ്റ് കൂടി കൊടുക്കണം. ഇതൊരു അഡീഷൻ, വളരെ പ്രധാനമല്ലേ? ഇതല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതും. അതാണ് വയ്ക്കേണ്ടത്. അതിന് EA. ഇനി അതിൻ്റെ ടെക്സ്റ്റ് ഞാനൊന്ന് വായിക്കാം. വളരെ സിമ്പിളായിട്ട് കൂട്ടുകാർക്ക് മനസ്സിലാവും, ശ്രദ്ധിക്കുക. EA ഡീറ്റെയിൽ ലിസ്റ്റ് ഓഫ് ഓൾ ലയബിലിറ്റീസ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി ആൻഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ്, the employees of the society and their family members due to the society for the previous financial year. ഓക്കെ, ഇനി അതിൽ സംശയം വേണ്ട, വളരെ ഇമ്പോർട്ടൻ്റ്. ഇത് തന്നെയായിരുന്നു വരേണ്ടത്. അവസാനമായിട്ട് F എന്ന് പറയുന്ന രീതിയിൽ പിന്നെ RCS ഏതെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ ചോദിച്ചാൽ അതും കൂടി കൊടുക്കണം. ഇത്തരം കാര്യങ്ങളാണ് RCSന് കൊടുക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റും റിട്ടേൺസും സംബന്ധിച്ച ആദ്യത്തെ ക്ലോസ് 1 പറയുന്നത്. ഇതാണ് നമ്മുടെ റൂൾ 33ൻ്റെ പരമപ്രധാനമായ ന്യൂക്ലിയസ്. കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. വിത്ത് അമെൻമെൻറ്റ്
ഇനി മൂന്നാമത്തെ ക്ലോസിൽ പറയുന്നൊന്നുമില്ല. നമ്മൾ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ റിട്ടേൺസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യാതെ ഏതെങ്കിലും സംഘം ഇങ്ങനെ സൈഡ് ലൈൻ ചെയ്ത് ഉഴപ്പി പോയി കഴിഞ്ഞാൽ അതിന് ഒരു മറുമരുന്ന് എന്നുള്ള നിലയിൽ ആണ് അങ്ങനെ യഥാസമയം ഞാൻ പറഞ്ഞു 6 മാസത്തിനകം കൊടുക്കണം. അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ RCSന് വേണമെങ്കിൽ ഒരു ഓഫീസറെ ഡെപ്യൂട്ട് ചെയ്യാം. ആ ഓഫീസറുടെ എക്സ്പെൻസ് കംപ്ലീറ്റ് സംഘം വഹിക്കേണ്ടി വരും, ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടി വരും എന്നുള്ള പരാമർശമാണ് ക്ലോസ് 3 ഉണ്ടായിരുന്നത്. നമ്മൾ ഒരു അഡീഷൻ കൊണ്ടുവന്നിരിക്കുന്നത് 3 ശേഷമാണ്. അതുകൊണ്ട് നമുക്ക് ഈ അഡീഷൻ നമ്പറിങ് ഇങ്ങനെ വരും. സാധാരണഗതിയിൽ 3 ശേഷമായതുകൊണ്ട് 3A അത് പുതിയ അഡീഷൻ ആയതുകൊണ്ട് അത് എന്താണെന്ന് നമുക്കൊന്ന് വേറൊന്നുമല്ല 3A ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് സംഘത്തിൻ്റെ ക്രെഡിറ്റ് ആക്ടിവിറ്റീസിൻ്റെ ക്വാർട്ടർലി റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യണം എന്ന് നമ്മൾ നേരത്തെ സംസാരിച്ചു. അങ്ങനെ സബ്മിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സെക്ഷൻ 2 ഏതിൻ്റെ സെക്ഷൻ 66C ഇതിൻ്റെ പ്രതിപാദ്യങ്ങളുള്ളത്. സെക്ഷൻ 66C അതിൻ്റെ സബ്സെക്ഷൻ 2 പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള ക്വാർട്ടർലി റിപ്പോർട്ടുകളൊക്കെ കൊടുത്തിട്ടില്ല എങ്കിൽ ആരാ കൊടുക്കേണ്ടത്? ചീഫ് എക്സിക്യൂട്ടീവ് കൊടുത്തിട്ടില്ലെങ്കിൽ അതിന് ഫൈൻ ഇമ്പോസ് ചെയ്തിരിക്കുന്നു. ആ ഫൈൻ സംബന്ധിച്ച വിശദാംശങ്ങളാണ് 3A കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഫൈൻ എങ്ങനെയാണെന്ന് കൂടി നോക്കുമ്പോൾ ഇതിൻ്റെ പ്രാധാന്യം കൂട്ടുകാർക്ക് സുവ്യക്തമാവും. നമുക്ക് ആ ഫൈനിൻ്റെ കേസ് ഒന്ന് പെട്ടെന്ന് അമെൻമെൻറ്റിൻ്റെ ആ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുമെങ്കിലും അത് വായിച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കേണ്ട വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഫൈനിൻ്റെ ക്ലാസിഫിക്കേഷൻ കാറ്റഗറൈസേഷൻ നമുക്കൊന്ന് പറയാം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഈ അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റ് വായിച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കേണ്ട. ഒരു 4 രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് സംഘങ്ങളെ. അതാണ് ഈ ഫൈനിൻ്റെ ഒരു രീതി. ആദ്യത്തെ ഇതെല്ലാം പറയുന്നത് ഈ റൂൾസിൻ്റെ അപ്പൻഡിക്സ് 3 അപ്പൻഡിക്സ് 3 പറയുന്ന ക്ലാസിഫിക്കേഷൻ പ്രകാരമുള്ള ക്ലാസ് 1 സംഘങ്ങൾക്ക് ഇത്തരം ഒരു ഡിഫോൾട്ട് വന്നാൽ 10,000 രൂപയായിരിക്കും ഫൈൻ. ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തില്ലെങ്കിലുള്ള ഫൈൻ 10,000 rupees. ക്ലാസ് 1. ക്ലാസ് 2 and 3 ആണെങ്കിൽ 8,000 രൂപ. അതുപോലെ ക്ലാസ് 4 and 5 ആണെങ്കിൽ 6,000 രൂപ. മറ്റെല്ലാ സംഘങ്ങൾക്കും 5,000 രൂപ. ഇങ്ങനെ 4 ക്ലാസിഫിക്കേഷൻ ആയിട്ടാണ് സംഘങ്ങളുടെ ഫൈൻ നിശ്ചയിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് പ്രത്യേകമായി ഇവിടെ കാണാൻ കഴിയും. അതുമാത്രം മനസ്സിൽ വെച്ചാൽ മതി. മറ്റേ ടെക്സ്റ്റിൻ്റെ ആ വേർഡിങ്സ് വായിച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കേണ്ട. ഇത് മാത്രം നമ്മൾ പറയുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ 4 കാറ്റഗറൈസേഷൻ. അപ്പോൾ ക്ലാസ് 1 10,000, ക്ലാസ് 2 and 3 8,000, ക്ലാസ് 4 and 5 6,000, ഓൾ അതേഴ്സ് 5,000. ഇതായിരിക്കും ആ കാറ്റഗറൈസേഷൻ ഫൈനിൻ്റെ. ഓക്കെ, വളരെ സിമ്പിളായിട്ട് മനസ്സിലായില്ലേ? ഇനി നമ്മൾ നേരെ 17ാമത് അമെൻമെൻറ്റിലേക്കാണ് പോകുന്നത്. അത് റൂൾ 35A 35A. നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂളാണ് 35A എന്ന് പറയുന്നത്. ഇലക്ഷനെ സംബന്ധിച്ച് ഒരു സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്ന ഇലക്ഷൻ പ്രൊസീജിയർ A to Z പ്രതിപാദിക്കുന്ന ഒരു വിശദമായ ഒരു ചട്ടമാണ് 35A. അപ്പോൾ പ്രൊസീജിയർ റിഗാർഡിംഗ് കണ്ടക്ട് ഓഫ് ഇലക്ഷൻ ടു ദ കമ്മിറ്റി ഓഫ് സൊസൈറ്റി ബൈ ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. നമുക്കറിയാം ഇലക്ഷൻ കമ്മീഷനാണ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുക. അതിൻ്റെ നടപടിക്രമങ്ങൾ വളരെ വിശദമായി പ്രതിപാദിക്കുന്ന ഒരു സെക്ഷനാണ് 35A. ഇതിൽ 10 സബ് റൂൾസുകളാണ് നിലവിലുള്ള പ്രിൻസിപ്പൽ ആക്റ്റിലുള്ളത്. അതിൽ 3ാമത്തെ സബ് റൂളിൽ ആണ് 2 അഡീഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. അതാണ് അപ്പോൾ ഈ നിയമത്തിൽ ഈ ഇലക്ഷനെ സംബന്ധിച്ച് വളരെ വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട് ഈ 35A. 1ാമത്തെ ക്ലാസ്സിൽ നമുക്കറിയാം ഒരു സംഘത്തിൻ്റെ ടൈം ഓഫ് ഓഫീസ് അല്ലെങ്കിൽ അവരുടെ കാലാവധി തീരുന്നതിന് 60 ദിവസം മുമ്പ് അവർ മീറ്റിംഗ് കൂടണം, യോഗം ചേർന്നിട്ട് ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ട സ്ഥലം, സമയം, തീയതി ഇവ നിശ്ചയിച്ച് റെസൊല്യൂഷൻ എടുക്കണം. റെസൊല്യൂഷൻ എടുത്ത് അത് RCSലേക്ക് ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കണം. അതാണ് 1ാമത്തെ സബ് റൂളിൽ പറയുന്നത്. പിന്നെ ഇതുമായി തുടർന്ന് വരുന്ന നടപടിക്രമങ്ങളാണ് ഈ ചട്ടത്തിൽ 35A പിന്നെ 2ാമത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് അങ്ങനെ ഒരു റെസൊല്യൂഷൻ നമ്മുടെ ഇലക്ഷൻ കമ്മീഷണർ കിട്ടിക്കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷണർ റിട്ടേണിംഗ് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. അതാണ് സബ് റൂൾ 2 പറയുന്നത്. 3 പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അത് പ്രധാനമായിട്ടും ആ പ്രദേശങ്ങളിൽ പ്രചാരമുള്ള 2 വെർണക്കുലർ ഡെയിലീസ് എന്നാണ് പറയുക. അങ്ങനെ 2 പത്രങ്ങളിൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുക. ഇത് 3ാമത്തെ സബ് റൂളിൽ പറയുന്നതാണ്. ഇങ്ങനെ ഞാനത് സമ്മറി മാത്രം പറഞ്ഞു പോകുന്നുണ്ട്. വിശദമായിട്ട് ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ ഈ റൂളിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഞാനതിൻ്റെ നട്ട്ഷെല്ലിൽ മാത്രം പറയുന്നു. ഈ അമെൻമെൻറ്റ് എന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലാകണമെങ്കിൽ എന്താണ് അതിൽ പറയുന്നതെന്ന് കൂടി അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ നട്ട്ഷെല്ലിൽ മാത്രം വിശദമായ പ്രതിപാദ്യം
നമ്മുടെ ആക്ട് ആൻഡ് റൂൾസിൻ്റെ ക്ലാസ്സിൽ തന്നെ ഉണ്ട്. അതിൻ്റെ വീഡിയോ കൂടി കണ്ടാൽ നമുക്ക് വിശദമായിട്ട് ഇലക്ഷൻ നടപടിക്രമങ്ങൾ മനസ്സിലാകുന്നതായിരിക്കും. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല. അതിൻ്റെ ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ഈ റൂൾ 3A സബ് റൂൾ 3A നമുക്കറിയാം. സബ് റൂൾ 3A ഒരു 500 അംഗങ്ങൾ ഉള്ള ഒരു സംഘത്തിനെ സംബന്ധിച്ച് 500 അംഗങ്ങളിൽ താഴെ മാത്രം വോട്ടേഴ്സ് ലിസ്റ്റിൽ അംഗത്വമുള്ള സംഘങ്ങളെ സംബന്ധിച്ച് രജിസ്റ്റേർഡ് പോസ്റ്റായിട്ടോ അല്ലെങ്കിൽ കൊറിയർ സർവീസായിട്ടോ സ്പീഡ് പോസ്റ്റായിട്ടോ ഈ നോട്ടിഫിക്കേഷൻ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എത്തിക്കണം എന്നുള്ള പ്രതിപാദ്യമാണ് 3A പ്രിൻസിപ്പൽ ആക്റ്റിൽ ഉണ്ടായിരുന്നത്. ഇവിടെ 2 മാറ്റങ്ങളാണ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നിരിക്കുന്നത്. ഒന്ന്, ലെസ് ദാൻ 500 എന്നുള്ളത് നോട്ട് മോർ ദാൻ 1000 എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ 500 എന്നുള്ള 1000ലേക്കുള്ള ഒരു മാറ്റമാണ്. 1000 അംഗങ്ങളിൽ കൂടുതലില്ലാത്ത അല്ലെങ്കിൽ കുറവുള്ള സംഘങ്ങളെ സംബന്ധിച്ചാണ് ഇത് ചെയ്യേണ്ടത്. അവിടെ ഫൈനൽ വോട്ടർ പട്ടികയിലുള്ള അംഗങ്ങൾക്ക് എത്തിക്കണം എന്നുള്ളതിലും മാറ്റമുണ്ട്. പ്രിലിമിനറി വോട്ടർ പട്ടിക എന്നും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പ്രിലിമിനറി വോട്ടർ പട്ടികയിൽ 1000 അംഗങ്ങളിൽ താഴെ വരുന്ന അംഗങ്ങളെ ഈ നോട്ടിഫിക്കേഷൻ സംബന്ധിച്ച വിശദാംശങ്ങൾ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയോ അക്നോളജ്മെൻറ്റ് ഉള്ള രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയോ സ്പീഡ് പോസ്റ്റ് വഴിയോ കൊറിയർ സർവീസ് ഹൈക്കോടതിയൊക്കെ അംഗീകരിച്ചുള്ള കൊറിയർ സർവീസ് വഴിയോ അറിയിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റം സഹിതമുള്ള പ്രതിപാദ്യം. ഇനി അതിൻ്റെ ടെക്സ്റ്റ് നമുക്ക് കാണാം. നമ്മൾ ഈ അമെൻഡഡ് ടെക്സ്റ്റ് നോക്കേണ്ടതില്ല. ഇനി ഒറിജിനൽ ടെക്സ്റ്റിൽ വരുന്ന മാറ്റം റെഡിങ് കൊണ്ട് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നിങ്ങൾക്കൂടെ കാണാൻ കഴിയും. അത് ഞാൻ വായിക്കാം, ശ്രദ്ധിക്കാം. 3A ഇൻ ദ കേസ് ഓഫ് സൊസൈറ്റീസ് വിത്ത് ലെസ് ദാൻ 500 മെമ്പേഴ്സ് അവിടെ മാറി. എങ്ങനെയായി? നോട്ട് മോർ ദാൻ 1000 എന്നാക്കി മാറ്റി. ഇൻ ദ വോട്ടേഴ്സ് ലിസ്റ്റ് the State Cooperative Election Commission may intimate each of the members in the final voters list. അവിടെ മാറി. എന്തായി? പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് അതും കാണാൻ കഴിയുന്നുണ്ട്. The particulars of notification under sub rule 3 by registered post with acknowledgement due or speed post or through courier services approved by the High Court of Kerala or Government of Kerala or in person to be duly acknowledged. ആ മാറ്റം ഉൾപ്പെടെയുള്ള ടെക്സ്റ്റ് ഇവിടെ കാണാൻ കഴിഞ്ഞു. അത് മനസ്സിലായി കാണും എന്നുള്ള ചിന്തയോടുകൂടി നമുക്ക് 3Bയിൽ വന്നിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് പരിശോധിക്കാം. 3Bയിലും ചെറിയൊരു മാറ്റം, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, സ്കൂള് കോളേജ് സംഘങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പരാമർശമാണ് 3Bയിലുള്ളത്. അവിടെയും ഫൈനൽ വോട്ടർ പട്ടിക എന്നുള്ളത് മാറ്റി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രിലിമിനറി വോട്ടർ പട്ടിക എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അതാണ് മറ്റൊരു സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾക്ക് അതിൻ്റെ ടെക്സ്റ്റ് ഇവിടെ കാണാൻ കഴിയും. ഫൈനൽ വോട്ടർ പട്ടിക എന്നുള്ളത് മാറ്റിയിരിക്കുന്നു. അവിടെ റെഡിങ് കൊണ്ട് നമ്മൾ പ്രിലിമിനറി വോട്ടർ പട്ടിക എന്നാക്കി മാറ്റിയിരിക്കുന്നു. ബാക്കി പ്രതിപാദ്യങ്ങളിൽ നിന്നും യാതൊരു മാറ്റവുമില്ല. അതുകൊണ്ട് ആ ഡിസ്കഷനിലേക്ക് നമ്മൾ കൂടുതൽ പോകേണ്ടതില്ല. മാറ്റം മനസ്സിലാക്കി അതിൽ മാത്രം വിശദമായി തന്നെ ഇലക്ഷൻ നടപടിക്രമങ്ങൾ ഈ പറയുന്ന ചട്ടത്തിൽ 35A പ്രതിപാദിക്കുന്നുണ്ട്. നമുക്കറിയാം, ക്ലാസ് സബ് റൂൾ 3 വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. 4 പറയുന്നുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ ഇലക്ടറൽ ഓഫീസേഴ്സിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സബ് റൂൾ 4 പറയുന്നത്. സബ് റൂൾ 5 വിശദീകരിക്കുന്നുണ്ട് എന്താ സംബന്ധിച്ച് ID കാർഡിൻ്റെ വിതരണം. ID കാർഡ് നമുക്കറിയാം ഫോം നമ്പർ 6A കൊടുക്കുക നമുക്കറിയാം. അത് സംബന്ധിച്ചുള്ള പ്രതിപാദ്യങ്ങൾ സബ് റൂൾ 5 പറയുന്നുണ്ട്. അതുപോലെ തന്നെ സബ് റൂൾ 6 പറയുന്നുണ്ട് കാൻഡിഡേറ്റിൻ്റെ നോമിനേഷനുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വളരെ വിശദമായി തന്നെ സബ് റൂൾ 6 പറയുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ സബ് റൂൾ 7 ഇലക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം റിസൾട്ട് അനൗൺസ് ചെയ്യുക. അതിനുശേഷം ഇലക്ഷൻ സാമഗ്രികൾ ചീഫ് എക്സിക്യൂട്ടീവിനെ അല്ലെങ്കിൽ സെക്രട്ടറിയെ സേഫ് കസ്റ്റഡിക്ക് വേണ്ടി ഏൽപ്പിക്കുക. അതിൻ്റെ നടപടിക്രമങ്ങൾ സംബന്ധിച്ച് സബ് റൂൾ 7 വിശദമായി പറയുന്നുണ്ട്. പിന്നെ 8 പറയുന്നുണ്ട് എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട് ഈ ഇലക്ഷൻ പ്രോസസ്സിൻ്റെ കംപ്ലീറ്റ് എക്സ്പെൻഡിച്ചറും സംഘം ബെയർ ചെയ്യണം എന്നുള്ളതാണ് സബ് റൂൾ 7. ഇലക്ഷൻ കമ്മീഷൻ്റെ പവറിനെ സംബന്ധിച്ച് കാലാകാലങ്ങളിൽ വേണ്ട നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് എല്ലാം ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകാനുള്ള അധികാരം നമ്മുടെ കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനുണ്ട് എന്നുള്ളതാണ് സബ് റൂൾ 9 പറയുന്നത്. പിന്നെ ഒന്നും കൂടി മാത്രം അവശേഷിക്കുന്നത് സബ് റൂൾ 10. അതെന്താ? റാങ്ക് ഓഫ് ഓഫീസേഴ്സ് പോസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുടെ റാങ്കുകൾ നിശ്ചയിക്കുന്നതിനുള്ള അധികാരം ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഗവൺമെൻറ്, അതിൻ്റെ അധികാരം സംബന്ധിച്ചുള്ള പരാമർശമാണ് ഈ അവസാനത്തെ സബ് റൂൾ 10. അപ്പോൾ ഇങ്ങനെ വിശദമായി 10 സബ് റൂളുകളുള്ള ഇലക്ഷൻ പ്രോസസ്സിൻ്റെ കംപ്ലീറ്റ് A to Z പ്രതിപാദിക്കുന്ന ഒരു വിശാലമായ വിശദമായ റൂളാണ് 35A. അതിൽ
വന്നിരിക്കുന്ന ചെറിയ 2 മാറ്റങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമുക്ക് 18ാമത് വന്നിരിക്കുന്ന റൂൾ അമെൻമെൻറ്റ്, ചട്ട ഭേദഗതി എന്താണ് നമുക്ക് പരിശോധിക്കാം. അത് 35B-യിലാണ്. 35A നമ്മൾ വിശദമായി കണ്ടു. 35B-യിൽ പറയുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഘടനയും അതിൻ്റെ അവകാശ അധികാരങ്ങളെ സംബന്ധിച്ചുമാണ് 35B-യിൽ പ്രതിപാദിക്കുന്നത്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ അതിൽ 1ാമത്തെ സബ് റൂളിൽ തന്നെ റൂൾ 35B-യുടെ 1ാമത്തെ ക്ലോസിൽ തന്നെ ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നു. അതിൽ വേറൊന്നുമല്ല, നിലവിലുണ്ടായിരുന്നത് എന്താണ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഷാൽ ബി അപ്പോയിൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ബൈ ട്രാൻസ്ഫർ ഓർ ഡെപ്യൂട്ടേഷൻ. ട്രാൻസ്ഫറിലൂടെയോ ഡെപ്യൂട്ടേഷനിലൂടെയോ നമുക്ക് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കാം ഗവൺമെൻറ്റിന് എന്നുള്ള പരാമർശമാണ് ക്ലോസ് 1 ഉണ്ടായിരുന്നത്. അത് അടപടലം മാറ്റിയിരിക്കുന്നു. എങ്ങനെയാണ് 1 വന്നിരിക്കുന്ന മാറ്റം? ചീഫ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണർ ആരായിരിക്കണം എന്നുള്ളത് ആണ് മാറ്റി. ഇപ്പോൾ കമ്മീഷണർ ഷാൽ ബി ദ സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ഇൻ ലോ ഡിപ്പാർട്ട്മെൻറ്റ് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ടൊരു മാറ്റമാണ്. നിയമ വകുപ്പിലെ സ്പെഷ്യൽ സെക്രട്ടറി ആയിരിക്കും ഇലക്ഷൻ കമ്മീഷണർ, സഹകരണ ഇലക്ഷൻ കമ്മീഷണർ. ആ ഒരു മാറ്റം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി 2 കമ്മീഷണേഴ്സ് ഉണ്ടാവും. ഷാൽ ബി അപ്പോയിൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ആസ് പെർ സെക്ഷൻ 2 ഓഫ് 28B എന്ന് പറയുന്നുണ്ട്. അതിൽ ഇടപെടൽ ഇല്ല. അപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ലോ ഡിപ്പാർട്ട്മെൻറ്റ് സ്പെഷ്യൽ സെക്രട്ടറി എന്നുള്ളൊരു മാറ്റമാണ് 1ാമത്തെ സബ് റൂളിൽ വന്നിരിക്കുന്നത്. ഇനി അതിൻ്റെ ടെക്സ്റ്റ് കാണാം. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അത് നിങ്ങൾ കൂടെ കാണാം. ഞാൻ വായിക്കാം. സബ് റൂൾ 1, ദ സ്റ്റേറ്റ് ചീഫ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണർ ഷാൽ ബി ദ സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ഇൻ ലോ ഡിപ്പാർട്ട്മെൻറ്റ്. ദ അതർ 2 കമ്മീഷണേഴ്സ് ഷാൽ ബി അപ്പോയിൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് as per subsection 2 of section 28B of the Act. ക്ലിയർ ആണല്ലോ? അതാണ് ഇവിടെ വന്നിരിക്കുന്ന സുപ്രധാനം. വളരെ പെട്ടെന്ന് തന്നെ 19ാമത്തെ അമെൻമെൻറ്റ്, റൂൾ അമെൻമെൻറ്റ്, ചട്ടഭേദഗതി എന്താണെന്ന് പരിശോധിക്കാം. അത് സുപ്രധാനമായ ഒരു പുതിയ കാലത്തിനനുസൃതമായ ഒരു മാറ്റമാണ്. 35C-യിലാണ് ഈ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. 35C-ക്ക് പുറമേ ഒരു പുതിയ അഡീഷൻ കൊണ്ടുവന്നിരിക്കുന്നു. നമുക്കറിയാം 35C-യിൽ പറയുന്നത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ആൻഡ് സർവീസസ് ഓഫ് ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളതാണ് 35C-യിൽ വരുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ്, അതിനെക്കുറിച്ചുള്ള പ്രതിപാദ്യമാണ് ഈ 35C-യിൽ. അതിനോടൊപ്പം തന്നെ ആഡ് ചെയ്തിട്ട് വളരെ സുപ്രധാനമായ ഒരു സംഗതി 35CA എന്നുള്ളൊരു അഡീഷൻ കൊണ്ടുവന്നിരിക്കുന്നു. അതെന്താ എന്ന് നമുക്ക് പരിശോധിക്കാം. 35CA പുതിയ C സുപ്രധാനം എന്ന് ഞാൻ പറഞ്ഞത് മാനർ ഓഫ് ഇലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ KSCB, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, അതിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിലേക്കുള്ള ഇലക്ഷൻ്റെ മാനർ, അതിൻ്റെ രീതി, അതിൻ്റെ ഘടനയാണ് ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്നത്. ആൻഡ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഈച്ച് മെമ്പേഴ്സ്, ഏതൊക്കെ കാറ്റഗറിയിലുള്ള ക്ലാസിഫിക്കേഷനുള്ള ഒരു ഘടനയാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഭരണസമിതിയിലുണ്ടാകുക എന്നുള്ളതാണ് ഈ 35CA-യിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയ അഡീഷൻ. വളരെ പ്രധാനമാണ്. കേരള ബാങ്കിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് വന്നതിന് ശേഷം വളരെ സുപ്രധാനമായ ഒരു മാറ്റമാണ് ഈ ചട്ട ഭേദഗതിയിലൂടെ നമുക്ക് മുന്നിലേക്ക്. ആദ്യമേ തന്നെ അതിൻ്റെ ടോട്ടൽ മാനേജിംഗ് കമ്മിറ്റിയിലെ ടോട്ടൽ മെമ്പേഴ്സ് നോട്ട് മോർ ദാൻ 21 എന്ന് പ്രതിപാദ്യം ശ്രദ്ധിക്കുക. ആ പരമാവധി 21 അംഗങ്ങളായിരിക്കും കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡിൽ വരുന്നത്. അതിൽ 15 പേർ സംഘത്തിൻ്റെ തന്നെ, കേരള ബാങ്കിൻ്റെ തന്നെ A ക്ലാസ് മെമ്പേഴ്സിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരുമായിരിക്കണം എന്നുള്ള ഒരു പ്രതിപാദ്യമാണ് ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ മെമ്പേഴ്സ് നോട്ട് എക്സീഡിങ് 21, ഔട്ട് ഓഫ് വിച്ച് the 15 members shall be elected by from among A class members of the Kerala State Cooperative Bank. ഈ 2 കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. അതിൻ്റെ ഘടന നമുക്കൊന്ന് പരിശോധിക്കാം. അത് ആദ്യം വരുന്നത് 14 അംഗങ്ങളെ സംബന്ധിച്ചാണ്. 14 ജില്ലകളാണ്, 14 അംഗങ്ങളുണ്ടാവും. റെപ്രസെൻറ്റേഷൻ പാക്സിൻ്റേതാണ്. അപ്പോൾ പാക്സിൻ്റെ 14 ജില്ലകളിൽപ്പെട്ട അംഗത്വമാണ് ഉണ്ടാകുന്നത്. എലക്റ്റഡ് ബൈ ദ A ക്ലാസ് മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഘടന പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട 14 പേർ, ആ 14 പേർ തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്നത് ജനറൽ കാറ്റഗറിയിൽ 10 പേർ, വനിതകൾ 3 പേർ, അതുപോലെ SC ST കാറ്റഗറിയിൽ നിന്ന് ഒരാൾ, അങ്ങനെ 10, 3, 1, 10
ഒന്നും 14 പേരാണ് ഈ ജില്ലാതല ക്ലാസിഫിക്കേഷനിലൂടെ വരുന്നത്. അതാണ് ആദ്യത്തെ യുവാക്കളുടെ പ്രാതിനിധ്യം സംബന്ധിച്ചൊരു പരാമർശം, ഒരു പ്രൊവിസോ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ആ പ്രൊവിസോയിൽ പറയുന്നത് വേറൊന്നുമല്ല, ഈ പറയുന്ന 14 സീറ്റിൽ 2 സീറ്റ് റിസർവേഷൻ, അത് ഈ രീതിയിൽ യുവാക്കൾക്ക് വേണ്ടിയിട്ട് 40 വയസ്സ് എക്സീഡ് ചെയ്യാത്ത 2 പേരുണ്ടാകണം എന്നുള്ള ഒരു പ്രൊവിസോ, ഒരു കണ്ടീഷൻ കൂടെ കൊണ്ടുവന്നിരിക്കുന്നു. അത് ഒരാൾ ജനറൽ കാറ്റഗറിയിലും മറ്റുള്ള ഒരാൾ വിമൻ കാറ്റഗറിയിലും പെട്ടതായിരിക്കണം. അങ്ങനെയാണ് 2 പേർ 40-ൽ താഴെ വരുന്ന യുവാക്കളുടെ പ്രാതിനിധ്യം ഈ 14 വരുന്ന ഒരു പ്രൊവിസോ ആണ്. അതും കൂടി യുവാക്കളുടെ പ്രാതിനിധ്യം തിരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച് ഒരു തർക്കമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ 14 ജില്ലയിൽ ഏത് ജില്ല എടുക്കും എന്നുള്ള ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതൊരു ക്ലാരിഫിക്കേഷനായിട്ടൊരു എക്സ്പ്ലനേറ്ററി നോട്ട് കൂടി പുതിയ അഡീഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പറയുന്നത് മറ്റൊന്നുമല്ല, ഏത് ജില്ല തിരഞ്ഞെടുക്കണം, വനിത, പട്ടികജാതി, ഇതൊക്കെ ഏത് ജില്ല തിരഞ്ഞെടുക്കണം എന്നുള്ളത് ലോട്ട് വഴി തിരഞ്ഞെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അത് ഡിസൈഡ് ചെയ്യുന്നത് ലോട്ടിലൂടെ ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത്. പിന്നെ സബ്സിക്വൻ്റ് ടൈം തീരുമാനിക്കുമ്പോൾ ഈ ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒഴിവാക്കി അടുത്ത ജില്ലയിലേക്ക് പരിഗണന കൊടുക്കണം എന്നുമാണ് എക്സ്പ്ലനേറ്ററി നോട്ടിൽ പറയുന്നത്. ഇനി നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളുടെ ടെക്സ്റ്റ് ഒന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവും. ഞാനതൊന്ന് വായിക്കാം നിങ്ങൾക്ക്. 35CA പുതിയതായിട്ട് വന്ന അഡീഷനാണെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫിൽ ഉള്ള ടെക്സ്റ്റാണ് ഞാനത് വായിക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗം തന്നെയാണ്. മാനർ ഓഫ് എലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ടു ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഈച്ച് മെമ്പേഴ്സ് എന്നുള്ളതാണ് അതിൻ്റെ ഹെഡിങ് ആയിട്ട് 35CAയിൽ പുതിയതായി കൊടുത്തിരിക്കുന്ന ഹെഡിങ്. ഇനി അതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് നോക്കാം. ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഷാൽ കൺസിസ്റ്റ് ഓഫ് നോട്ട് മോർ ദാൻ 21 മെമ്പേഴ്സ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്, 21 പരമാവധി. Of which 15 members shall be elected by A-class members of the Kerala State Cooperative Bank. 15 പേർ A-class മെമ്പേഴ്സിൽ നിന്ന് ഉള്ളവരായിരിക്കണം. ഇനി the classification of members of the board of directors is as follows. താഴെ പറയുന്ന പ്രകാരം എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി എന്താണ് താഴെ പറയുന്ന ആ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. അതിൻ്റെ ടെക്സ്റ്റ് നമുക്ക് വീണ്ടും ഇവിടെ കാണാൻ കഴിയും. അതിൽ സബ് റൂൾ 1 ആയിട്ട് പറയുന്നത് 14 പേർ, 14 മെമ്പേഴ്സ്, one from each district representing the PACs, Primary Agriculture Credit Societies, elected by the A-class members of the Kerala State Cooperative Bank from among the delegate of Primary Agriculture Credit Societies and shall be categorized as follows. നമ്മൾ പറഞ്ഞത് തന്നെയാണ്, 14 പേര് A-class മെമ്പർഷിപ്പ് ഉണ്ടാവണം. അതിൽ നിങ്ങൾക്ക് കാണാം ജനറൽ കാറ്റഗറി 10 പേര്, വിമൻ കാറ്റഗറി 3 പേര്, SC/ST ഒരാൾ, അങ്ങനെ 14 പേര്. അതും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇനി ഒരു കാര്യം പറയുന്നുണ്ട്, ഇങ്ങനെ ഈ പറഞ്ഞ 14 പേരിൽ 2 പേർ, അതെന്താ പറയുന്നത്? 2 പേർ, അതിൻ്റെ റിസർവേഷൻ ഞാൻ പറഞ്ഞു. അതിൻ്റെ ടെക്സ്റ്റ് വീണ്ടും നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. പ്രൊവൈഡഡ് ദാറ്റ് 2 seats in the board of directors shall be reserved for members whose age shall not exceed 40 years. 40 വയസ്സിന് താഴെ. Of whom one shall be from general category and one shall be a women category. ഇതാണ് റിസർവേഷൻ്റെ. അതും ഈ ടെക്സ്റ്റായിട്ട് നമ്മളിവിടെ കണ്ടു. ഇനി അതിൻ്റെ ഒരു എക്സ്പ്ലനേറ്ററി നോട്ട്, ഈ 14 ജില്ലയിൽ ഏത് ജില്ലയ്ക്ക് ആദ്യം പ്രാതിനിധ്യം കൊടുക്കും എന്നുള്ളതിൻ്റെ തർക്കപരിഹാര വിശദീകരണമാണ് അടുത്ത. അതിൻ്റെ ടെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അത് ഞാനൊന്ന് എക്സ്പ്ലനേഷൻ. ദ ഡിസ്ട്രിക്ട് ഫ്രം വിച്ച് വിമൻ മെമ്പേഴ്സ്, SC/ST മെമ്പേഴ്സ് ആൻഡ് മെമ്പേഴ്സ് നോട്ട് എക്സീഡിംഗ് ദ ഏജ് ഓഫ് 40 years, 3 കാറ്റഗറിയിലും പെട്ടവരെ തിരഞ്ഞെടുക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ടു ബി എലക്റ്റഡ് ഷാൽ ബി decided by the registrar of cooperative societies by way of taking lot. RCS തിരഞ്ഞെടുക്കും ലോട്ട് മുഖാന്തരം. ഇൻ ഈച്ച് സബ്സിക്വൻറ്റ് ടേം ഓഫ് കമ്മിറ്റി, പിന്നെ വരുന്ന ടേം ദ ഡിസ്ട്രിക്ട് ഓൺസ് റെപ്രസെൻറ്റഡ് ഇൻ ഈച്ച് കാറ്റഗറി ഷാൽ ബി എക്സ്ക്ലൂഡഡ്. അവരെ ഒഴിവാക്കി ആയിരിക്കും പിന്നെ ലോട്ട് ഇടുക. ഇതാണ് ആ കണ്ടൻറ്റിൽ വരുന്നത്. അത് വളരെ സിമ്പിളായിട്ടുള്ള അതിൻ്റെ ഒരു പദാനുപദ വിശദീകരണമാണ്. തുടർന്ന് ഈ റൂളിൽ പ്രതിപാദിക്കുന്നത് ഈ 14 പേര് നമ്മൾ ആരാണെന്ന് കണ്ടു, ബാക്കി വരുന്ന ആൾക്കാരെ സംബന്ധിച്ചാണ്. അതിലാദ്യമായി സബ് റൂൾ 2 പറയുന്നത് ഒരാൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ A-class മെമ്പേഴ്സിൽ നിന്ന് വരുന്ന ഒരാൾ, അപ്പോൾ 15 അതുപോലെ 2 ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷണൽ ഡയറക്ടേഴ്സ് നോമിനേറ്റഡ് ബൈ ദ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യും പ്രൊഫഷണൽസിനെ കേരള ബാങ്കിലേക്ക് 2 പേര്. അപ്പോൾ അത് 2 പേര്. പിന്നെ മറ്റ് 4 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് കൂടി ഉണ്ടാവും. അങ്ങനെ 14 1 15, 2 17, പിന്നെ ഈ പറഞ്ഞ 4 എക്സ് ഒഫീഷ്യോ 21, ടോട്ടൽ 21.
അതാണ്. എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് ഗവൺമെൻറ് സെക്രട്ടറി ഉണ്ടാവും, കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് സെക്രട്ടറി 1, RCS എന്തായാലും ഉണ്ടാവും 2, അതുപോലെ കേരള ബാങ്കിൻ്റെ തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്തായാലും ഉണ്ടാവും 3, അതുപോലെ നബാർഡിൻ്റെ പ്രാതിനിധ്യം വേണം നബാർഡിൻ്റെ റീജിയണൽ ഓഫീസിൻ്റെ ചീഫ് ജനറൽ മാനേജർ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ 4 പേരും ചേർത്താണ് ആകെ 21 അംഗങ്ങൾ കേരള ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡിലേക്ക് വരിക. അതാണ് പുതിയതായി വന്ന അഡീഷണൽ പറയുന്ന ആ ഒരു ക്ലാസിഫിക്കേഷൻ. അത് മനസ്സിലായി കാണും. വളരെ പ്രധാനപ്പെട്ട ചട്ട ഭേദഗതികൾ, റൂൾസ് അമെൻമെൻറ്റുകൾ ചർച്ച ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനായിരുന്നു നമ്മൾ 6ാമത്തെ നമ്മുടെ ഈ അധ്യായം. അപ്പോൾ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. ഇതിൽ ചട്ടഭേദഗതിയിൽ അവശേഷിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട ചട്ടങ്ങളുടെ വിശദമായ ചർച്ചകളുമായി ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും. അതുവരെ സൈനിങ് ഓഫ്, നിങ്ങളുടെ അജിത് കുമാർ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് താങ്ക് യു.